ഹലോ ഹായ് വെൽക്കം ബാക്ക്. കൂടിയ മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. 8 മാർക്കിന് വരെ നിങ്ങൾക്ക് ഈ സാധനം പ്രതീക്ഷിക്കാം. ട്രാവൽ എസ്സേ എന്ന് വെച്ചാൽ സിമ്പിൾ ആണടാ, ഒന്നുമില്ല. ഒരു എസ്സേ എഴുതണം. ആ എസ്സേ നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ വിവരണവും ആയിരിക്കണം. അതിൽ നിങ്ങളുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും പറഞ്ഞിരിക്കണം. ഇത്രയേ ഉള്ളൂ ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഇതൊരു എസ്സേ ആയതുകൊണ്ട് തന്നെ ടൈറ്റിൽ നിർബന്ധമാണ്. 2, ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യണം. ചൂസ് എ ലൊക്കേഷൻ. നിങ്ങൾ ഇനി ആ ലൊക്കേഷനിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഊട്ടിയോ കൊടൈക്കനാലോ മൂന്നാറൊന്നും പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തള്ളി വിടുക. ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക, അതിനെക്കുറിച്ച് അങ്ങോട്ട് തള്ളി എഴുതുക. രണ്ടാമത്തെ കാര്യമില്ലേ, ഇതിന്റെ ഒന്നാമത്തെ പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ആ ഇൻട്രൊഡക്ഷനിലെ ഈ പറഞ്ഞ സ്ഥലത്തിന്റെ എന്തെങ്കിലും ഒരു 2 പ്രത്യേകതകൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടൈക്കനാൽ പോയി, അതൊരു ഹിൽ സ്റ്റേഷൻ ആണല്ലോ, അവിടെ കൂൾ വെതർ ആണല്ലോ, അവിടെ കാണാൻ കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും ഒരു 2 പ്രത്യേകതകൾ ആ ഇൻട്രൊഡക്ഷനിൽ പറയാം. 2, ഇതിന്റെ ബോഡിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. ഈ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒന്നും എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ പറയണം. രണ്ടാമത്തെ പാരഗ്രാഫിലല്ലേ നിങ്ങൾ എങ്ങനെയാ പോയത്, ഡിസ്ക്രൈബ് ദ ജേർണി ഇൻക്ലൂഡിങ് ട്രാവൽ ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയി, എന്ത് വഴി പോയി, ട്രെയിനാണോ ബസ് പിടിച്ചിട്ടാണോ കാറിലാണോ പോയത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഡിസ്കസ് അട്രാക്ഷൻ, ഇതാണ് മെയിൻ പാർട്ട്. ഹൈലൈറ്റ് മെയിൻ സൈറ്റ്സ്, നിങ്ങൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ ചെയ്തു, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുക. മൂന്നാമത്തത് ഷെയർ എക്സ്പീരിയൻസ്. ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്കൊരു പേഴ്സണൽ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ അതൊരു ട്രാജിക് ഇവന്റ് ആണെങ്കിലും അവിടെ ഒരു പേഴ്സണൽ സ്റ്റോറി ഇല്ലേ. സുഭാഷ് കുഴി പോയില്ലേ, അതൊരു പേഴ്സണൽ ഇവന്റ് അല്ലേ. അതൊന്നും നിങ്ങൾ ഉണ്ടാക്കി എഴുതേണ്ട കേട്ടോ, ചിലപ്പോൾ അവിടെ തീരൂല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്. ഇനി കൺക്ലൂഷനിൽ അവസാനത്തെ ഒരു പാരഗ്രാഫ് എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾ എന്താ അവിടെ നിന്ന് മനസ്സിലാക്കിയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രിവാൻഡ്രം, കൊല്ലം സൈഡിലുള്ള ആൾക്കാരാണ്, നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരിക. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നതല്ലേ, ദ കൾച്ചർ ഓഫ് ഫുഡ് ആയിരിക്കും. കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ദെൽ ബി എ ന്യൂ എക്സ്പീരിയൻസ് അബൌട്ട് ഫുഡ്. അത് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ച സംതിങ് ദാറ്റ് യു ഹവ് ലേൺഡ് ന്യൂ അല്ലേ, നിങ്ങൾ പുതിയതായിട്ട് പഠിച്ച മനസ്സിലാക്കിയ ഒരു കാര്യമായിരിക്കും. അപ്പൊ കോഴിക്കോടിനെ കുറിച്ചാണ് നിങ്ങൾ ട്രാവലേഴ്സ് എഴുതുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ കാണുന്നത് അവിടെ വലിയ തിരക്കൊന്നുമില്ല, ട്രാഫിക് ഒന്നുമില്ല, സമാധാനമുള്ള സ്ഥലം. സോ അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ റെക്കമെൻഡ് ദിസ് പ്ലേസ് ടു എനിവൺ ഹു ഇസ് ലുക്കിംഗ് ഫോർ എ പ്ലേസ് ദാറ്റ് ഈസ് കാം ആൻഡ് ക്വയറ്റ് അല്ലെ. കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം പ്രതീക്ഷിച്ച് വരുന്ന ആർക്കും ഞാൻ ഈ ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, യു വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിംഗ് സമ്മർ വെക്കേഷൻ, റൈറ്റ് എ ട്രാവൽ എസ്സേ ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ സ്കൂൾ മാഗസിൻ. സ്കൂൾ മാഗസിനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാവൽ എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ സ്പെസിഫിക്കലി ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കോഴിക്കോടോ കണ്ണൂരോ ഒന്നും പറ്റൂല, ഹിൽ സ്റ്റേഷൻ തന്നെ വേണം. അതുകൊണ്ട് നമുക്ക് ഊട്ടി പിടിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരണം. ഒന്ന് ഞാൻ പറഞ്ഞു, ടൈറ്റിൽ എന്തായാലും മസ്റ്റാണ്. ഡിസ്കവറിംഗ് ദ ചാംസ് ഓഫ് ഊട്ടി എന്ന് ചുമ്മാ ഞാനൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ എന്നോ ബോഡി ഒന്നും എഴുതാൻ നിൽക്കണ്ട. നമ്മൾ എസ്സേ ആയിട്ടാണ് എഴുതേണ്ടത്, പാരഗ്രാഫ് തിരിച്ചാണ് എഴുതേണ്ടത്. പക്ഷെ പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലം, ഐ വിസിറ്റഡ് ഊട്ടി. ഊട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പോപ്പുലർ ഹിൽ സ്റ്റേഷൻ എന്ന് നമുക്ക് പറയാം. കൂൾ ക്ലൈമറ്റ് ആണ്, ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ് ആണെന്നൊക്കെ പറയാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആവശ്യത്തിന് പോയിന്റുകൾ പറഞ്ഞു. ഇനി ഇതിന്റെ ബോഡി അല്ലെ, അല്ലെങ്കിൽ യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ട്രാവൽ ചെയ്തത് ട്രെയിൻ വഴിയാണ് ഫ്രം ചെന്നൈ. അവിടെ നമ്മൾ കുറേ സീനിക് റൂട്ടുകൾ, നമ്മൾ പോകുന്ന വഴി വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു. പാസിംഗ് ത്രൂ ലഷ് ഗ്രീനറി ആൻഡ് ടീ പ്ലാന്റേഷൻ. നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഈ ലഷ് ഗ്രീനറിയാണ് നമ്മൾ പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയുന്നത്. പിന്നെ അവിടെ മേജർ അട്രാക്ഷൻ 2 മിനിമം പറയണം. ഒന്ന് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്, ഒന്ന് ദൊഡ്ഡബെട്ട പീക്കാണ് നമ്മൾ അവിടെ കണ്ടത്, ഊട്ടിയിൽ നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമ്മുടെ സുഭാഷ് കുഴിപ്പോഴ കഥകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഊട്ടിയിലേക്ക് നമ്മൾ നീരാടിയില്ല, നമ്മൾ അവിടെ ബോട്ട് റൈഡിൽ നമ്മൾ പോയി എന്ന് ഇവിടെ പറയുന്നു. അവിടുത്തെ ലോക്കൽ ചോക്ലേറ്റ്സും അതുപോലത്തെ ടീ ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു എന്നും ഇവിടെ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇനി കൺക്ലൂഷനിൽ ഇതൊരു എൻലൈറ്റനിങ് ആണ്. നമ്മൾ അവിടുത്തെ ലോക്കൽ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ലോക്കൽ കൾച്ചർ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഊട്ടി എന്ന് നമുക്ക് പറയാം. ഇനി ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, ഐ റെക്കമെൻഡ് ഊട്ടി ടു എനിവൺ ലുക്കിംഗ് ഫോർ എ പീസ്ഫുൾ റിട്രീറ്റ് ഫ്രം സിറ്റി ലൈഫ് അല്ലെ. ഈ സിറ്റി ലൈഫ് മടുത്തിരിക്കുന്ന ഏതൊരു മനുഷ്യജീവിക്കും ഞാൻ ഈ ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ പറഞ്ഞതിൽ ഇത്രയും പോയിന്റുകൾ നമ്മളൊന്ന് വലിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡിയാണ്, ട്രാവൽ എസ്സേ റെഡിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഞാനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഊട്ടിയിലാണ് പോയതെന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൂൾ വെതർ ആൻഡ് സ്റ്റണ്ണിങ് വ്യൂ ഉണ്ടെന്ന് പറയുന്നു. ഇനി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടുത്തെ മെയിൻ അട്രാക്ഷനെ കുറിച്ച് പറയണം. ദർ ഇസ് എ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് ദർ ഇസ് എ ദൊഡ്ഡബെട്ട പീക്ക് അല്ലെ, വായിൽ വരുന്നില്ല. ഓക്കെ,
പിന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് വി ടുക്ക് എ സ്ലോ ബോട്ട് റൈഡ് ഓൺ ഊട്ടി ലേക്ക് ആൻഡ് ദ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ടീ, അതിനെക്കുറിച്ച് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വി ഹാവ് ഷെയർഡ്. ആൻഡ് ടുവേർഡ്സ് എ കൺക്ലൂഷൻ, ഊട്ടി taught us a lot about the local culture and history. That's what you have learned from visiting ഊട്ടി. ഊട്ടി കണ്ടപ്പോൾ ഊട്ടി കണ്ട എനിക്ക് ആ പഴയ മോഹൻലാലിന്റെ പടം ഓർമ്മ വരുന്നു. ഓക്കെ, ഐ വുഡ് സജസ്റ്റ് ഊട്ടി ടു എനിവൺ ലുക്കിംഗ് ഫോർ എ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വിസിറ്റ്. ആർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ എസ്സേ ശുഭം. ഇത്രയേ ഉള്ളൂ. 8 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ എന്തൊക്കെ വരേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയിന്റ് ആക്കിയല്ല എഴുതേണ്ടത്, എസ്സേ പാരഗ്രാഫ് തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ ഇത്രയും പോയിന്റുകളാണ് അതിൽ വരേണ്ടത്. മിക്കവാറും കേസുകളിൽ വല്ല ഹിൽ സ്റ്റേഷനോ വല്ല ബീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.